വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SMD എഡ്യൂക്കേഷണൽ ഹബ്. അപ്പം നമ്മുടെ ബയോളജിയുടെ 9th ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി നോക്കാം. ഡാർക്ക് ഫേസ് ഫോളോസ് ദ ലൈറ്റ് ഫേസ്. അതായത് ലൈറ്റ് ഫേസിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് ഡാർക്ക് ഫേസ്. അപ്പോൾ അതായത് ലൈറ്റ് ഫേസിലുണ്ടാകുന്ന സംഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഭാഗമാണ് ഡാർക്ക് ഫേസ്. അപ്പോൾ the cyclic chemical reaction in the dark phase were discovered by scientist Melvin Calvin. മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ സൈക്ലിക് റിയാക്ഷൻ കെമിക്കൽ പ്രോസസ്സൊക്കെ കണ്ടുപിടിച്ചത്, ഈ ഡാർക്ക് ഫേസിൽ നടക്കുന്ന പ്രോസസ്സ്. ഹെൻസ് ദിസ് ഫേസ് ഇസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. ഈ ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ 1961 ഫോർ ദിസ് ഡിസ്കവറി. അപ്പോൾ ഈ ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് 1961 നോബൽ പ്രൈസ് കിട്ടി. Energy currencies. Availability of energy must be ensured for continuous metabolic activities in the cell. നമ്മുടെ എനർജിയുടെ അവൈലബിലിറ്റി അത്യാവശ്യമാണ്, കാരണം നമ്മുടെ സെൽസിനകത്ത് അത്യാവശ്യമാണ്, കാരണം നമ്മുടെ സെൽസ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് എനർജി ആവശ്യമാണ്, ആക്ടിവിറ്റീസ് നടക്കാൻ എനർജി ആവശ്യമാണ്. ATP മോളിക്യൂൾ ഈസ് യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ട്രാൻസ്ഫറിന് സഹായിക്കുന്നത്. അപ്പം അതാണ് ഉപയോഗിക്കുന്നത്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ദ എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ATP ഇൻറ്റു ADP ആൻഡ് ഫോസ്ഫേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ATP എന്ന് പറയുന്ന മോളിക്യൂള് അത് പൊട്ടുമ്പോൾ അവിടെ നിന്ന് ADP എന്ന് പറയുന്നൊരു സാധനവും ഒരു ഫോസ്ഫേറ്റും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എനർജിയാണ് ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത്. ADP എന്ന് പറയുന്നത് ADP എന്ന് പറയുന്നത് അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് പൊട്ടി, അതായത് ATP പൊട്ടി, ADPയും അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് ADPയും വേറൊരു ഫോസ്ഫേറ്റും ഉണ്ടായി അതിന് ഉണ്ടാകുന്നു. അങ്ങനെ അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന എനർജി യൂസ് ചെയ്ത് അവിടെയുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. അപ്പം പിന്നെന്താ, ADP റീസ്റ്റോർ എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ബാക്ക് ടു ATP. ADP എന്ത് ചെയ്യും, ഈ എനർജി റീസ്റ്റോർ ചെയ്ത് അത് പിന്നെയും തിരിഞ്ഞ് ATP ആയി മാറുന്നു. സിൻസ് സച്ച് എനർജി ട്രാൻസാക്ഷൻ ഈസ് ഡൺ ബൈ ATP, ഇറ്റ് ഈസ് നോൺ ആസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ. അപ്പം നമ്മുടെ ഈ എനർജി ട്രാൻസാക്ഷൻ നടക്കുന്ന ATP വഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ATPയെ എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നു. ATP അങ്ങനെ അറിയപ്പെടുന്നത് എനർജി കറൻസി ഓഫ് ദ സെൽ. Now you have understood the chemical reaction in the process of photosynthesis. Based on this, complete the illustration 1.4 given below. Okay, എന്താണ് illustration? ഫോട്ടോസിന്തസിസ് ഇതാണ് 1.4 ഇല്ലുസ്ട്രേഷൻ. അത് കംപ്ലീറ്റ് ചെയ്യാം. ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എങ്ങനെയാണ് പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ, ഈ ഒരു ഡയഗ്രാം പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. എന്താണ്, വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അതായത് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റിൻ്റെയും ക്ലോറോഫിൻ്റെയും പ്രസൻസിൽ പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു, നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഫസ്റ്റ് ബോക്സിൽ വാട്ടർ, സെക്കൻഡ് ബോക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ്, തേർഡ് ബോക്സിൽ ഗ്ലൂക്കോസ്, ഫോർത്ത് ബോക്സിൽ ഓക്സിജൻ. The complex process involved in photosynthesis was unfolded after long years of study and experimentation by many scientists. നമ്മുടെ ഈ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ ഒത്തിരി നാളുകളുടെ പഠനത്തിനും എക്സ്പെരിമെൻസിനും ഒക്കെ ശേഷമാണ് കണ്ടുപിടിക്കപ്പെട്ടത്. ഫോട്ടോസിന്തസിസ് റിമൈൻസ് ആസ് ആൻ അസ്പയറിംഗ് ഏരിയ ഓഫ് റിസർച്ച് ഈവൻ ടുഡേ. ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുക. ഫോട്ടോസിന്തസിസിനെ പറ്റിയുള്ള റിസർച്ചുകൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആഫ്റ്റർ ഫോട്ടോസിന്തസിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ബീനാസ് ഡൗട്ട്. അവിടെ ബീനയുടെ ഒരു ഡൗട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഡൗട്ട്? ഇഫ് ഗ്ലൂക്കോസ് ഈസ് വാട്ട് ഓൾ പ്ലാന്റ്സ് പ്രിപ്പയർ, എല്ലാ പ്ലാന്റ്സും ഗ്ലൂക്കോസാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ദെൻ ഹൗ കുഡ് വി ഗെറ്റ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫ്രം വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ്? അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ കഴിക്കുമ്പോൾ അതിൽ നിന്നും സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? എല്ലാ പ്ലാന്റ്സും ഗ്ലൂക്കോസാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും ഒക്കെ കിട്ടുന്നത്? ഈസ് ഇൻ ബീനാസ് ഡൗട്ട് ജെനുവിനാണ്. കാരണം
ഗ്ലൂക്കോസാണ് എല്ലാ പ്ലാന്റ്സും ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെ ഈ പറയുന്ന സാധനമൊക്കെ നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്നത് നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ ഉണ്ടായപ്പെട്ട ഗ്ലൂക്കോസ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടായ ഗ്ലൂക്കോസിന് പിന്നെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാമേ. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇല്ലുസ്ട്രേഷൻ 1.5 given below based on നോക്കാം, ബാക്കി നോക്കാം. സിൻസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി soluble in water, it cannot be stored in plant body. ഗ്ലൂക്കോസിന് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്ന സാധനമാണ്. അപ്പോൾ അതിനെ നമ്മുടെ പ്ലാന്റ് ബോഡിയിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്ലാന്റ് ബോഡിക്കകത്ത് ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അതിനെ അങ്ങ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലൂക്കോസായിട്ട് വിടാൻ പറ്റത്തില്ല. ദെയർഫോർ പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസൊല്യൂബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എന്നാ ചെയ്യും, ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഇൻസൊല്യൂബിൾ സ്റ്റാർച്ച്, വെള്ളത്തിൽ അലിയേലാത്തൊരു സ്റ്റാർച്ചായിട്ട് അതിനെ ലീവ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പ്ലാന്റ്സ് യൂട്ടിലൈസ് starch as a source of energy for life activities and to prepare substances required for growth. അപ്പോൾ പ്ലാന്റ്സ് ഈ സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യും എങ്ങനെ, ഒരു സോഴ്സ് ഓഫ് എനർജി, നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിനുള്ളൊരു എനർജി സോഴ്സായിട്ടും അവരുടെ ഗ്രോത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു ഇതായിട്ടും അവരുടെ ഗ്രോത്തിന് ആവശ്യമുള്ള സംഭവമായിട്ടും ഈ പ്ലാന്റ്സ് സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സ്റ്റാർച്ച് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻടു സുക്രോസ് and transported through phloem to various parts, plant parts and stored in different forms. അപ്പോൾ നമ്മുടെ സ്റ്റാർച്ച് പിന്നീട് എന്താകുന്നു, സുക്രോസായി മാറുന്നു. അത് ഫ്ലോയം, നമ്മുടെ വാസ്കുലാർ ടിഷ്യൂവിലുള്ളതാണ് ഫ്ലോയം, അതിലെ ബാക്കിയുള്ള പ്ലാന്റ് പാർട്സിലേക്ക് കൊടുക്കപ്പെടുന്നു. അതവിടെ പല ഫോംസിൽ, ഇപ്പോഴും നമ്മുടെ ഈ 3 ഫോമിൽ നിൽക്കുന്നില്ല, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സുക്രോസ്, വീണ്ടും അത് പല ഫോമുകളിൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഫോമുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. നമുക്ക് ബാക്കി ഫോംസ് എന്താണെന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസ് കൺവേർട്ടായി സ്റ്റാർച്ച് ആവുന്നു. സ്റ്റാർച്ച് കൺവേർട്ടായി സുക്രോസ് ആവുന്നു. ഉടൻ വരെ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ. അപ്പോൾ സുക്രോസ് കൺവേർട്ടായി പല മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വഴി അത് പോയി 4 ഡിഫറെൻറ്റ് സംഭവങ്ങളായിട്ട് വരുന്നുണ്ട്. സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റ്, ഫ്രൂക്ടോസ്. അപ്പോൾ ഇങ്ങനെ 4 സംഭവങ്ങളായിട്ട് പല മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വഴി അത് കൺവേർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർച്ച് എന്താണ്, ട്യൂബേഴ്സ്. സ്റ്റാർച്ച് ഇപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിനകത്ത് സ്റ്റാർച്ച് ഉണ്ടെന്ന് പറയില്ലേ, അപ്പം നമുക്കത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ സ്റ്റാർച്ചാണ് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൽ നിന്ന് കിട്ടുന്നത്. പ്രോട്ടീൻ, ലെഗ്യൂമിനസ്, പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീനാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ഓയിൽ സീഡിൽ നിന്ന് ഫാറ്റ് കിട്ടുന്നു. ഫ്രൂട്ട്സ് നമുക്ക് ഫ്രൂട്ട്സിൽ നിന്ന് ഫ്രൂക്ടോസ് കിട്ടുന്നു. അപ്പോൾ ഈ സൂക്രോസ് വീണ്ടും കൺവേർട്ട് ആവാതെയും നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് സൂക്രോസ് കിട്ടുന്നത്? സൂക്രോസ് ഷുഗർ കെയിനിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കരിമ്പ് കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നത് എന്താണ്, ഈ കൺവേർട്ട് ആവാതെ സൂക്രോസ് തന്നെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ഇൻഡിക്കേറ്റേഴ്സാണ്. നീഡ് ഓഫ് കൺവേർട്ടിങ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. എന്താണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞാണ്. സിൻസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ, ഇറ്റ് കാനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. അതായത് ഗ്ലൂക്കോസ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതാണ്, അതുകൊണ്ട് ഇത് പ്ലാന്റ് ബോഡിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ദെയർഫോർ പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസൊല്യൂബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. പ്ലാന്റ്സ് ഗ്ലൂക്കോസിനെ ഇൻസൊല്യൂബിൾ സ്റ്റാർച്ചായിട്ട് മാറ്റി അത് ലീവ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ഗ്ലൂക്കോസിനെയാണ്, ഞാൻ തെറ്റുമോയെന്ന് സംശയം, പ്ലാന്റ്സ് ഗ്ലൂക്കോസിനെ ഇൻസൊല്യൂബിൾ സ്റ്റാർച്ചായിട്ട് ഉണ്ടാക്കി ലീവ്സിൽ സ്റ്റോർ ചെയ്യുന്നു. മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സിലാണ് പ്ലാന്റ്സ് സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് പറഞ്ഞാണ്. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്, നമ്മൾ പഠിച്ച ആ ഫ്ലോ ചാർട്ട്, ഫോട്ടോസിന്തസിസ് തൊട്ട് മുമ്പ് പഠിച്ച ആ ഫ്ലോ ചാർട്ട്. അപ്പോൾ 3 ഇൻഡിക്കേറ്റേഴ്സായി. നമുക്ക് അടുത്ത് നോക്കാം. കീമോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് പഠിച്ചു, എന്താണ്, ലൈറ്റിനെ യൂസ് ചെയ്ത് നമുക്ക് നടത്തുന്ന ഒരു കെമിക്കൽ പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതായത് ലൈറ്റ് എനർജി വെച്ചാണ് നമ്മളത് നടത്തുന്നത്. കീമോസിന്തസിസ് അതെന്താണ്, കെമിക്കൽ എനർജി വെച്ചാണ്. കെമിക്കൽ എനർജി വെച്ചാണ് നമ്മളതിനെ
അവിടെ പ്രോസസ്സുകൾ നടക്കുന്നത്. ഓൾ പ്രൊഡ്യൂസേഴ്സ് ഓൺ എർത്ത് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ്. എന്താണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ് പ്ലാന്റ്സ്. അപ്പം പ്ലാന്റ്സിന് അവർ ഒന്നിനെ ആശ്രയിക്കാതെ സ്വന്തമായാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അവരിൽ നിന്ന് ഫുഡ് സ്വീകരിക്കുന്നവരല്ലേ നമ്മൾ. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സ്. കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ഒരു ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിച്ചു തീർത്താണ് പ്രൊഡ്യൂസേഴ്സ് എന്താണെന്നും കൺസ്യൂമേഴ്സ് എന്താണെന്നൊക്കെ. അപ്പം പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ പ്രൊഡ്യൂസേഴ്സും, എർത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്നുമില്ല. അപ്പം കുറച്ച് ആൾക്കാരെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദ സൾഫർ ബാക്ടീരിയ സീൻ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആർ എക്സാമ്പിൾസ് ഫോർ ദിസ്. സൾഫർ ബാക്ടീരിയ അതെന്താ? അങ്ങനെ ഒരു ബാക്ടീരിയ ഉണ്ട്, സൾഫർ ബാക്ടീരിയ. അത് ലാൻഡിലും വെള്ളത്തിലും, ഭൂമിയിലും വെള്ളത്തിലും കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അതാണ് ഈ കീമോസിന്തസിസ് നടത്തുന്ന ഒരു പ്രൊഡ്യൂസറിന് എക്സാമ്പിൾ. they produce energy by breaking down chemical compounds. അപ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്സ് പൊട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന എനർജിയിലൂടെയാണ് അവർ ഇത് നടത്തുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കീമോസിന്തസിസ്. ഈ പ്രോസസ്സിനെ കീമോസിന്തസിസ് എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ദേ പ്രൊഡ്യൂസ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ കെമിക്കൽ കോമ്പൗണ്ട്സ്. അവർ കെമിക്കൽ കോമ്പൗണ്ട്സ് പൊട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന എനർജി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് കീമോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് യൂസ് ചെയ്യുന്നു, കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നു. ഈ പാട്ടിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, അധികം വലിയ കാര്യമായിട്ടൊന്നുമില്ല, പഠിച്ചാൽ എളുപ്പമാണ്. നെക്സ്റ്റ് പാട്ടുമായിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്